അന്ന് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 15, 2022 കോയമ്പത്തൂർ തുടിയന്നൂരിൽ VKL നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ആളുകൾ കുറച്ച് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. സാധാരണഗതിയിൽ മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ രാവിലെ വന്ന് അവിടുത്തെ വേസ്റ്റ് ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അന്നത്തെ ദിവസവും അവരവിടെ വന്നത്. അവരുടെ ലോറി ഓപ്പൺ ചെയ്ത് നോക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു വേസ്റ്റ് കവർ കിടക്കുന്നത് അവർ കാണുകയാണ്. അത് വലിയ കാര്യമാക്കിയില്ല. ആരെങ്കിലും ഇങ്ങനെ പോകുന്ന വഴിക്ക് വേസ്റ്റ് വണ്ടി കണ്ടപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കവർ ആ വണ്ടിക്കകത്തിട്ട് പോയിരിക്കുകയായിരിക്കും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. എന്നാലും വർക്കേഴ്സ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ ഇറച്ചൊക്കെ വാങ്ങി വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു രീതിയിലുള്ളൊരു കളറിൻ്റെ ടെക്സ്ചറൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു ബ്രൗണും റെഡും കൂടെ കൂടിയൊരു കളർ ടെക്സ്ചറൊക്കെ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ കാണുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അയാൾ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. അതായത് ഒരു മനുഷ്യൻ്റെ കൈയായിരുന്നു അതിലുണ്ടായിരുന്നത്, 2 പീസാക്കിയ നിലയിൽ. ഇത് കണ്ട് ആകപ്പാട് അവർ ഷോക്കായിപ്പോയി. ഉടനെ തന്നെ അവരുടെ മേലുദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ മേലുദ്യോഗസ്ഥർ ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അവർ ആ ഒരു ബോഡി പാർട്ടും മറ്റും റിക്കവർ ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അപ്പോൾ അതൊരു പുരുഷൻ്റെ ഇടത് കൈയാണെന്ന് ഡോക്ടേഴ്സ് കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ ഒരു 25 തുടങ്ങിയിട്ട് 45 ഇടയിൽ പ്രായമുള്ള ഒരു പുരുഷൻ്റെ കൈയാണ്. പിന്നെ പോരാത്തതിന് ഈ ഒരു കൈ മുറിച്ചിട്ട് ഏകദേശം ഒരു 30 മണിക്കൂറോളം സമയമായിട്ടുണ്ടാവുള്ളൂ. പിന്നെ കൈ കാര്യമായിട്ട് അഴുകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻസും മറ്റൊക്കെ വിസിബിൾ ആയിരുന്നു. അങ്ങനെ പോലീസുകാർ ആ 5 ഫിംഗർ പ്രിൻസും എടുക്കുകയാണ്. അതല്ലാതെ യാതൊരു തെളിവും അവർക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ വെറും ആ ഒരു 5 ഫിംഗർ പ്രിൻസ് വെച്ച് പോലീസുകാരെ എങ്ങനെയാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. അങ്ങനെ തമിഴ്നാട് പോലീസ് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8ഓളം ടീമുകൾ ഫോം ചെയ്യാണ്. 40-ലേറെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ആ ഹോൾ ടീമിൽ. അതിലൊരു ടീം ആ ഒരു ഫിംഗർ പ്രിന്റ് വെച്ച് ഇങ്ങനെ എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചു. വേറൊരു ടീം ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസും മറ്റുമൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. പിന്നെ വേറൊരു ടീം ആ കോയമ്പത്തൂർ ഏരിയയിൽ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ, ഈ ഒരു ഏജ് ലിമിറ്റിലും കാര്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ മിസ്സിങ് ഉണ്ടായിട്ടുണ്ടോ, ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ജസ്റ്റ് കോയമ്പത്തൂർ റീജിയനിൽ മാത്രമായിരുന്നില്ല, തിരുപ്പൂർ, നമ്മുടെ പാലക്കാട്, അതേപോലുള്ള സ്ഥലങ്ങളിൽ ഈ ഏജ് ലിമിറ്റിലുള്ള ആളുകൾ ഈ ഒരു ടൈമിൽ കാണാതായിട്ടുണ്ടോ എന്നും അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കംപ്ലൈൻറ്റ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. 37 വയസ്സുള്ള ശ്രുതി എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ ഭർത്താവായിട്ടുള്ള 39 വയസ്സുള്ള പ്രഭുവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂർ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസുകാരെങ്ങനെ പ്രഭുവിനെ കോൾ ചെയ്ത് നോക്കി, കോൾ കണക്റ്റ് ആകുന്നില്ല. അതുപോലെ തന്നെ ആളെ ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ട് അതും നടന്നില്ല. അങ്ങനെ ഈ ശ്രുതി എന്ന് പറയുന്ന ആളുടെ ഭാര്യയെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴാണ് പ്രഭുവിൻ്റെ കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഈറോഡ് സൂറംപേട്ടിയിലെ രാമസ്വാമി എന്ന് പറയുന്ന ഒരാൾക്ക് മകനായിട്ടായിരുന്നു പ്രഭു ജനിച്ചത്. ആള് ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഈ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത്. ആക്ച്വലി അത് അയാളുടെ 2ാം വിവാഹമായിരുന്നു. കോയമ്പത്തൂരിലെ ഗാന്ധിപുരം ഏരിയയിലുള്ള ഒരു സലൂണിലായിരുന്നു ആള് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ശരവണംപട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വാടക വീടെടുത്തിട്ടായിരുന്നു ആള് താമസിക്കുന്നുണ്ടായത്. ആളവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. സാധാരണഗതിയിൽ ഡെയിലി ആളുടെ വൈഫിനെ ആൾ വിളിക്കാറുണ്ടായിരുന്നതായിരുന്നു. എന്നാൽ 13, 14 തീയതികളിൽ കോളുകളൊന്നും തന്നെ ചെന്നില്ല. വൈഫ് തിരിച്ചു വിളിച്ചിട്ടും കോളൊന്നും കണക്റ്റ് ആകുന്നില്ല. അപ്പോൾ അയാൾക്ക് എന്ത് പറ്റിയെന്നുള്ളൊരു ഭയത്തിൽ നേരെ ആ വൈഫ് കോയമ്പത്തൂരോട്ട് വരികയാണ്. ആൾ വർക്ക് ചെയ്യുന്ന കടയിൽ പോയി ചോദിക്കുകയാണ്. ആ കടയിൽ പോയി ചോദിച്ചപ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആള് ജോലിക്ക് വന്നിട്ട് പിന്നെ ആളെ കണ്ടിട്ടില്ല, ആളവിടെ പോയി എന്നുള്ളത് അറിയില്ല എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകൾ പറഞ്ഞത്. അതിനുശേഷം ഇയാൾ താമസിച്ചിരുന്ന വീടിൻ്റെ അവിടെ പോയി നോക്കുന്ന ടൈമിൽ ആ ഒരു വീടും പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആളവിടെ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യായിരുന്നു. അങ്ങനെ പോലീസുകാർ നേരെ പ്രഭുവിൻ്റെ വീട്ടിലെത്തി വീടിൻ്റെ അകത്ത് കയറി കംപ്ലീറ്റ് ആയിട്ട് പരിശോധിച്ചപ്പോൾ അവർക്ക് കുറച്ച് ഫിംഗർ പ്രിൻറ്റ്സ് ലഭിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടൊരു 2 ഫിംഗർ പ്രിൻറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ ബോട്ടിലിൽ നിന്നായിരുന്നു ലഭിച്ചത്. അത് അവർക്ക് കിട്ടിയ ഫിംഗർ പ്രിൻറ്റ് ഉണ്ടല്ലോ, ആ 5 ഫിംഗർ പ്രിൻറ്റ് അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് മാച്ച് ആവാണ്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ അത് പ്രഭുവിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി പ്രഭുവിനെ കാണാൻ ആ വീട്ടിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാകുമോ, അയാളുടെ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കുമോ എന്നുള്ളൊരു ആംഗിളിലും പോലീസിന് സംശയം തോന്നുകയാണ്. അങ്ങനെ ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് CCTV വിഷ്വൽസും മറ്റൊക്കെ പോലീസുകാർ പരിശോധിക്കുകയാണ്. അപ്പോൾ പ്രഭു അവിടെ നിന്ന് 2 പേരുടെ കൂടെ ഒരു ബൈക്കിൽ കയറി പോകുന്ന ഒരു കാഴ്ച അവർ കാണുകയാണ്. അങ്ങനെ പോലീസുകാർ CCTV വെച്ച് ഇങ്ങനെ ആ ഒരു ബൈക്ക് ഇങ്ങനെ ഫോളോ ചെയ്ത് പോയി. എന്നാൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് ആ ഒരു ബൈക്ക് മിസ്സായി. പിന്നീട് അവർ ഒരുപാടധികം CCTV മറ്റൊക്കെ പരിശോധിച്ചിട്ടും ആ ഒരു ബൈക്കിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പ്രഭുവിൻ്റെ ഫോണിൻ്റെ സിഗ്നൽ ലാസ്റ്റ് എവിടെയാണ് ഓഫ് ആയത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസുകാർ നോക്കുകയാണ്.
അപ്പോൾ ഗാന്ധിമാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ആളുടെ ഫോൺ ഓഫ് ആയതെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അടുത്തതായിട്ട് ഇയാൾ അവസാനമായിട്ട് ആർക്കൊക്കെയാണ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആരുടെ കോളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇയാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായത് ദിവാകർ എന്ന് പറയുന്ന ഒരാളുമായിട്ടാണെന്നുള്ളത് പോലീസ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദിവാകറിൻ്റെ ഫോൺ ഡീറ്റെയിൽസും മറ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇയാളുടെ ഫോണിൻ്റെ സിഗ്നൽ ആ ഒരു ഗാന്ധിമാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതേ ടൈമിൽ ഇയാളുടെ ഫോണിൻ്റെ സിഗ്നലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ഒരേ സമയത്ത് ഒരേ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും അറിയായിരിക്കും എന്നുള്ള ആ ഒരു ഇതിൽ പോലീസുകാർ നേരെ ദിവാകറിൻ്റെ വീട്ടിൽ പോയിട്ട് അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ആളെ കസ്റ്റഡിയിലെടുത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ആൾ ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് പ്രഭുവിനെ നേരത്തെ അറിയാം, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ ഇതേപോലെ തന്നെ എന്താ പറയുക വീട്ടിലോട്ട് വന്നു, അതിനുശേഷം ആൾ പോയി, പിന്നെ എവിടെ പോയി എന്നുള്ളത് എനിക്കറിയില്ല, പിന്നീട് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ പോലീസുകാർ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തു. ആ ഒരു സമയത്ത് അയാൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അന്ന് അവർക്കിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഈ ഒരു കേസിൽ വേറെ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ പ്രഭു കോയമ്പത്തൂർ ജോലിക്ക് വന്നതിന് ശേഷം വാടക വീട് എടുത്തു എന്ന് പറഞ്ഞില്ലേ, കവിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീടായിരുന്നു ആൾ വാടക എടുത്തത്. ആ സ്ത്രീ അയാൾക്ക് മുൻപേ പരിചയമുള്ളതായിട്ടാണ് പറയുന്നത്. ഇവർ മുന്നെവിടേക്കോ ഒരുമിച്ച് വർക്ക് ചെയ്തതായിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വാടക വീട് എടുക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ നല്ല പരിചയം ഉണ്ടായിരുന്നു. ആ ഒരു പരിചയം പതിയെ പതിയെ എന്താ പറയുക വേറൊരു രീതിയിലുള്ള ഒരു ബന്ധമായിട്ട് മാറിയായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാറിയിട്ട് അവർക്കിടയിൽ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അവർ സ്ഥിരമായിട്ട് മീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. കവിത സ്ഥിരമായിട്ട് ഇയാളുടെ വീട്ടിലോട്ട് വരാനായിട്ട് തുടങ്ങി, ഇവർ പുറത്ത് വെച്ച് കാണാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കവിതയ്ക്ക് ഇയാളെ മടുത്തു തുടങ്ങി. അപ്പോൾ ആൾ പതുക്കെ പതുക്കെ ഈ ഒരു പ്രഭുവിൽ നിന്നും ഗ്യാപ്പ് ഇടാനായിട്ട് തുടങ്ങുകയാണ്. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പ്രഭുവിന് കാര്യം മനസ്സിലായി, കവിത നമ്മളെ നൈസായിട്ട് ഒഴിവാക്കുകയാണെന്നുള്ളത്. കവിതയുടെ അടുത്ത് സംസാരിച്ചും കാര്യങ്ങളൊക്കെ നോക്കി. എന്നാലും കവിതയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾ മറ്റൊരു കാര്യമാണ് ചെയ്തത്. അതായത് കവിതയ്ക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തു. അവർ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിലെടുത്ത വീഡിയോസും ഫോട്ടോസും ആയിരുന്നു അത്. അപ്പോൾ ഞാൻ വിളിക്കുമ്പോഴൊക്കെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ പബ്ലിക് ആക്കുമെന്നുള്ള രീതിയിൽ അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. അതിനുശേഷം തീരെ താല്പര്യമില്ലാതെ അയാൾ വിളിക്കുന്ന സമയത്ത് കവിതയ്ക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ വേറൊരു രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയായിരുന്നു. കവിതയ്ക്ക് ആ ഒരു ടൈമിൽ ഇയാളോടുള്ള ദേഷ്യം കൂടി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്താ പറയുക എസ്കേപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിലുപരി ഈ ഒരു ഇഷ്യൂ തൻ്റെ വീട്ടിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ താറുമാറാകുമല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇയാളെ ഒഴിവാക്കണമെന്ന് അവർ ആലോചിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോസും വീഡിയോസും ഒന്നും അയാൾ എന്തായാലും തരാൻ പോണില്ല. അങ്ങനെ ഈ ഒരു ട്രാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് തനിക്ക് ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാനും പറ്റില്ല എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവുകയാണ്. ആ ഒരു ബോധത്തിൽ നിന്ന് ഇയാളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളൊരു സൊല്യൂഷൻ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത കൂടെ അവർക്കുണ്ടാവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ദിവാകർ എന്ന് പറയുന്ന അവരുടെ സുഹൃത്തിനെ അവർ എന്താ പറയുക ഏൽപ്പിക്കുകയാണ് ഈ ഒരു കാര്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട്. ദിവാകറിൻ്റെ കൂടെ കാർത്തി എന്ന് പറയുന്ന വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളുടെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇയാളെ തീർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും കൂടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ പ്ലാൻ പ്രകാരം ദിവാകർ നേരെ പോയിട്ട് പ്രഭുവിനെ കൂട്ടിയിട്ട് ദിവാകറിൻ്റെ ഗാന്ധിമാനഗറിലുള്ള വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടെയും ആ ഒരു വീട്ടിലോട്ടെത്തി. അതായത് കാർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി വീട് തുറന്നപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ പ്രഭു ഞെട്ടിപ്പോകുന്നത്. കാരണം വീടിൻ്റെ അകത്ത് കവിത ഉണ്ടായിരുന്നു. അപ്പോൾ കവിത എന്താണ് ഇവിടെ എന്നുള്ള രീതിയിൽ ആൾ ഞെട്ടിപ്പോവുകയാണ്. അവർക്കിടയിൽ സംസാരം ഉണ്ടാവുകയാണ്, കുറച്ച് തർക്കങ്ങൾ ഉണ്ടാവുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭു തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന്. അതായത് കൂർത്ത ഒരു ആയുധം വെച്ചുകൊണ്ട് അയാളെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ ഈ കാർത്തിയും ദിവാകറും കൂടെ അയാളെ കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ കൊന്നു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ബോഡി പീസാക്കി ഏകദേശം 12ഓളം കഷ്ണങ്ങളാണ് ആക്കിയത്. ഈ ബോഡി പാർട്സ് മേട്ടുപാളയം കൊണ്ടുപോകാം, അവിടെ ഡംപ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ. എന്നാൽ അവർ പിന്നെയാണ് ചിന്തിച്ചത് റോട്ടിൽ നിറച്ച് ട്രാഫിക് ഉണ്ടാവും, അതുപോലെ തന്നെ പോലീസും ഉണ്ടാവും, എങ്ങാനും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന്. അതുകൊണ്ട് തന്നെ ആ പാർട്സ് ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. അതായത് ഓരോ ബോഡി പാർട്സ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കളയാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നുകൊണ്ട് പോലീസിന് ഇത് ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു പിടിയൊന്നും കിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അവർ പോയത്. അങ്ങനെ അവർ ഓരോരോ പാർട്സ് ഓരോരോ സ്ഥലത്ത് ബൈക്കിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ആ ഒരു കയ്യും കൊണ്ടുവരുന്ന ടൈമിലാണ് അവർ മറ്റൊരു കാഴ്ച കാണുന്നത്. കുറച്ച് മുന്നിൽ പോലീസ് പെട്രോളിങ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് ചുറ്റും നോക്കിയപ്പോൾ അവർ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന ലോറി അവിടെ കിടക്കുന്നത് കണ്ടു. എന്താ പറയുക, അത് അവർക്കൊരു നല്ല സൈനായിട്ട് തോന്നി. കാരണം വേസ്റ്റ് കൊണ്ടുപോകുന്ന ലോറിയാണല്ലോ. നേരെ തന്നെ ആ ഒരു കൈയെടുത്ത് കഴിഞ്ഞിട്ട് അവർ ലോറിയിലോട്ടിട്ടു. അവരവിടെ നിന്ന് കൂളായിട്ട് എസ്കേപ്പ് ആവുകയും ചെയ്തു.
അതിനുശേഷമാണ് പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിറ്റേ ദിവസം ആ ഒരു ലോറി വേസ്റ്റ് എടുക്കാൻ കൊണ്ടുപോകുന്നതും അത് തുറന്നപ്പോൾ ഫ്രഷ് ആയിട്ടൊരു കവർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ട എംപ്ലോയീസ് നോക്കുന്നതും പിന്നീട് അതൊരു കൈയാണെന്നും മനസ്സിലായതും പോലീസിനെ വിവരം അറിയിച്ചതും പോലീസുകാരെത്തിയതും പിന്നീട് എന്താ പറയുക ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് ഇവിടെ വരെ എത്തിയതും. അങ്ങനെ ദിവാകരനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കവിതയും കാർത്തികയും കൂടെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. പിന്നീട് ഈ 12 പീസുകളാക്കിയിട്ടുള്ള ബോഡി പാർട്സും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പോലീസുകാർ ഒരുപാടധികം കഷ്ടപ്പെട്ടു. അങ്ങനെ ഏകദേശം 8ഓളം ബോഡി പാർട്സുകൾ അവർ റിക്കവർ ചെയ്യുകയാണ്. ഇതിൽ തുടിയൻ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്തുള്ള ഒരു കിണറ്റിലായിരുന്നു ഇയാളുടെ തല അവർ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ തലയും പോലീസുകാർ കണ്ടെടുത്തു. ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിയിച്ചത് 6 ദിവസത്തിലാണ് കേട്ടോ. ഇപ്പോഴും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറിയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ കേട്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും വരും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.